ഹലോ, വെൽക്കം ബാക്ക് ടു എ ആൻഡ് ഐ ക്രേവിങ്സ്. അപ്പോൾ ഇന്നൊരു ഒഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഈ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് റാഡിഷ് അഥവാ മുള്ളങ്കി. ഈ മുള്ളങ്കി എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇനി മുള്ളങ്കി മേടിക്കാൻ മടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി റെസിപ്പീസ് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ വേണമെന്നും അതെങ്ങനെ ഉണ്ടാക്കണമെന്നും ഒക്കെ നമുക്ക് നോക്കിയാലോ. പിന്നെടാ, രാവിലത്തെ തിരക്കിൽ വീഡിയോ എടുത്തുകൊണ്ട് കുറച്ച് ക്ലിപ്സ് മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ക്ലിപ്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയ മുള്ളങ്കി ഈ വീഡിയോയിൽ കാണുന്നത് മാതിരി കട്ട് ചെയ്ത് വയ്ക്കാം. ഒപ്പം തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇതേപോലെ. ശേഷം കഴുകി വൃത്തിയാക്കിയ മൺചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മുള്ളങ്കിയും ആവശ്യത്തിനുള്ള ഉപ്പും മുള്ളങ്കി വേവാനുള്ള വെള്ളവും ഒഴിക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്യാം. ഒപ്പം ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉണക്കച്ചെമ്മീനാണ്. ഉണക്കച്ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അരച്ചെടുത്ത ചെമ്മീൻ കൂടെ നമ്മുടെ മുള്ളങ്കിയിലേക്ക് ആഡ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. നമ്മുടെ മുള്ളങ്കി ഒരു പാതി വേവാകുമ്പോൾ അതിലേക്ക് തക്കാളിയും വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മുള്ളങ്കിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ മാത്രമാണ് അരച്ചിട്ടുള്ളത്, അതിൻ്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. തേങ്ങയുടെ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കലം വാങ്ങി വയ്ക്കാം. തേങ്ങയുടെ അരപ്പ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് കാച്ചി ഒഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. ചീഞ്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുഞ്ഞുള്ളിയും 2 വറ്റൽമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുഞ്ഞുള്ളിയും വറ്റൽമുളകും മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മുള്ളങ്കി വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടാൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണ്, അതല്ലെങ്കിൽ ചെമ്മീൻ കൂട്ടില്ല, അങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കും ഇത് തയ്യാറാക്കി നോക്കാവുന്നതാണ്. ആ ഒരു പോർഷൻ അങ്ങ് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ചെമ്മീൻ ചേർത്തില്ലെങ്കിലും നമ്മുടെ ഈ കറിക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഒരിക്കലെങ്കിലും മുള്ളങ്കി വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ. ഒരു പ്രാവശ്യം നിങ്ങളിത് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കറിയുടെ ഡൈ ഹാർഡ് ഫാനായിരിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പ്. സോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായി ഡു ഫോളോ എ ആൻഡ് ഐ ക്രേവിങ്സ്. അപ്പോൾ ബൈ.